ആം, മാറ്റം- മറ്റുള്ളവർ ചിന്തിച്ച വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നതിന്റെ ആ ഒരു ആ, സത്യം നമ്മളിൽ വസിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ബോധപൂർവമായ ഒരു ആ, ആ, അനുഭവം നമുക്ക് പലപ്പോഴും ഇല്ലാത്തത് കൊണ്ട് ആത്മാവിന്റെ സാന്നിധ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. बहुत बार ये बात तो सच है कि हम लोग आत्मा में हमें बने रहना है करके जैसा हमने सुना, लेकिन बहुत बार क्या होता है परिस्थितियों की वजह से हम लोग को वो आत्मा जो हमारे अंदर है उनका उपस्थिति हमारे अंदर नहीं है या फिर सही रीति से नहीं है करके ये बात का बोध हम लोग भूल जाते हैं. അപ്പൊ നമ്മള് വിശ്വാസികളെ എല്ലാവരെയും ഒരുമിച്ച് ബന്ധിപ്പിച്ച് ഒരു ഒരു ആലയമായി സഭയെ കണ്ട് സഭയിൽ വസിക്കുക എന്നുള്ളതാണ് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം. परमेश्वर का हमारे विषय में इच्छा क्या है? वो कलीसिया है, और वो कलीसिया का विषय, कलीसिया को देखते समय में पवित्र आत्मा है, जो अलग अलग अंग है, अलग अलग भाई है, उनको एक करके एक कलीसिया बनाकर, एक देह बनाकर, और उसी कलीसिया में हम बने रहे. परमेश्वर ये चाहता है. അവിടെ ആ ആത്മാവിന്റെ ആ പണിയിൽ നമ്മളെ എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ നമ്മള് ഇങ്ങനൊരു വാക്യം വായിക്കുന്നു. एफेसियों का पुस्तक 2:22 में आत्मा का बांधकाम में हम वहां पर एक बात को हम देखते हैं. അപ്പൊ എഫെസോസിലുള്ള വിശ്വാസികളെയും അവിടെ എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിത് വരുന്നു. तो वहां पर एफेसस का कलीसिया के विषय में भी देखा जाए तो वो लोग परमेश्वर का एक निवास स्थान हो जाने के लिए वो लोग एक साथ वो लोग बांधे जा रहे थे, बनाए जा रहे थे. അപ്പൊ ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിൽ സമ്പൂർണമായി, അല്ലെങ്കിൽ നമ്മളെ എഫെസ്യ ലേഖനത്തിന്റെ ഒരു പ്രത്യേകതയാണ് ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരിക. 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ നമ്മളത് വായിക്കുന്നു. तो ये बात का कलीसिया का इस भाग में या फिर एक बन जाने के विषय में हम देखते समय में एफेसस 3:19 में भी हम पढ़ते हैं कि जो कलीसिया जो है वो प्रभु यीशु मसीह का पूर्णता है, और प्रभु यीशु मसीह जो परमेश्वर का पूर्णता का भाग है, वैसे कलीसिया भी मसीह का पूर्णता है. അപ്പൊ നമുക്ക് ദൈവം നമ്മളിൽ വസിക്കുന്നു എന്ന് എങ്ങനെ അറിയാം? तो आज प्रभु हमें निवास कर रहा है करके ये बात हम कैसा जानते हैं? അപ്പൊ അത് നമ്മള് സാധാരണ രീതിയിൽ ഒരു അനുഭവം, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മുടെ കർത്താവ് നമ്മളിൽ വസിക്കുന്നു എന്ന് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. तो परमेश्वर हमारे अंदर निवास कर रहा है बोलकर वो हमारे देह की सामर्थ्य से या शारीरिक रीति से हमारा जो पंच यंत्र है जिससे हम लोग प्रतिदिन हमारा शारीरिक कामों के लिए इस्तेमाल करते हैं, उसके द्वारा हम लोग पहचान नहीं सकते, समझ नहीं सकते कि परमेश्वर हमारे अंदर है करके. എന്നാൽ നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മളൊരു ഫീലിംഗ് ഉണ്ടാകുക, ഒരു സ്പർശനം ഉണ്ടാകുക, ഒരു തരിപ്പ് ഉണ്ടാകുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തൊക്കെയോ നമ്മുടെ ശരീരത്തിൽ ദൈവത്തെ അനുഭവിക്കാൻ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നു. लेकिन हम लोग फिर भी परमेश्वर का एक अनुभव हमारे शरीर में हम लोग अनुभव कर सके, हमारे देह में अनुभव करने के लिए उनका एक स्पर्श, एक झटका लग जाए, इस तरह के रीति का अनुभव हमें मिले करके, इस तरह का वो स्पर्श हमको महसूस हो जाए, ऐसा आग्रह हमें रहता है. എന്നാൽ ഇത് എങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചാൽ നമ്മൾ വിശ്വാസത്തിലാണ്. लेकिन ये कैसा हो सकता है? ये विश्वास के द्वारा है. നാം വിശ്വസിക്കുമ്പോൾ അങ്ങനെ തന്നെയാണത്. കാരണം വചനമാണ് നമുക്ക് വിശ്വാസത്തിന് ആധാരം. क्योंकि मैं जैसा विश्वास करता हूँ वो वैसा ही है, और उसके लिए वचन है उसका आधार. ഇവിടെ നമുക്ക് 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ, पहला यूहन्ना 4:15 में जब हम पढ़ते हैं, पहला यूहन्ना 4:15 में हम पढ़ते हैं, जो कोई यह मान लेता है कि यीशु परमेश्वर का पुत्र है, परमेश्वर उसमें बना रहता है और वो परमेश्वर में. അപ്പൊ എങ്ങനെയാണ് ദൈവം നമ്മളിൽ വസിക്കുന്നത്? तो कैसा है परमेश्वर हमें बना रहता है? കർത്താവേ, നീ എന്നിലേക്ക് വരണേ, എന്നെ നിറയ്ക്കണേ, അല്ലെങ്കിൽ എന്നെ തൊടണമേ എന്നൊന്നും നമ്മൾ പറയണ്ട. കാരണം ഇത് യേശു ദൈവപുത്രനാണെന്നുള്ള ഫെയ്ത്ത് നമ്മളിൽ വരുമ്പോൾ ദൈവം നമ്മളിൽ വസിക്കുന്നുണ്ട്. അത് സത്യമാണ്, കാരണം അതിന് മാറ്റമില്ല. आमेन. तो परमेश्वर मुझ में बने रहने के लिए मुझे कभी ऐसा बोलने का जरूरत नहीं, परमेश्वर मुझ में आ जाओ, मैंने दिल खोला है, मेरे अंदर आ जाओ, मुझे आपको स्पर्श करना है, मुझे आप मुझे छू लो, ये सब बातें बोलने का जरूरत नहीं है. बल्कि क्या है, जो कोई भी प्रभु यीशु मसीह को विश्वास करता है, वो विश्वास के आधार क्या है? विश्वास करने वालों के अंदर परमेश्वर उनके अंदर पहले से ही बना है. അതിന് വേറൊരു ബാഹ്യമായ അടയാളം
നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അത് കാരണം അങ്ങനെ തന്നെയാണ്, അത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. तो इसके लिए बाहर के रूप से कोई चिन्ह ढूंढने का जरूरत है ही नहीं, क्योंकि जो कोई भी उनका पुत्र यीशु पर विश्वास करता है या उनका नाम को मान लेता है, वही काफी है, वही एक सबूत है कि परमेश्वर हमारे अंदर निवास करता है। उसके और कोई सबूत नहीं है उसके लिए। അപ്പോൾ ഇതാണ് നമുക്ക് പിതാവിന്റെയും പുത്രന്റെയും സാന്നിധ്യം നമ്മൾ അനുഭവിച്ചറിയുക എന്നുള്ളത് ആണ് ഹോളി സ്പിരിറ്റിന്റെ വർക്ക്. നമ്മൾ അവിടെ 13ാം വാക്യം വായിക്കുമ്പോൾ तो यही तो है पवित्र आत्मा का काम कि पिता और पुत्र का उपस्थिति हमारे अंदर है करके ये बात जान ले। ये इसके लिए तो पवित्र आत्मा दिया गया है। उसका वाक्य 13 में हम पढ़ते हैं कि इससे हम जानते हैं कि हम उसमें बने रहे हैं और वो हम में, क्योंकि उसने अपना आत्मा में से हमें दिया है। ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. അപ്പൊ ആത്മാവ് വഴി അറിയുന്ന ഒരു കാര്യമാണ് ദൈവം എന്നിൽ വസിക്കുന്നത്. तो मैं आत्मा हमें दिया है, इससे हम जानते हैं कि हम परमेश्वर में और परमेश्वर हमें बने हैं करके हम जानते हैं। ജഡം വഴി അറിയുന്ന കാര്യമല്ല. तो ये कोई शारीरिक रीति से जान सके ऐसा रास्ता नहीं है। നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എങ്ങനെ അറിയാം? मैं उनमें और वो हम में बसे हैं करके हम कैसा जानते हैं? നമുക്ക് ആത്മാവ് ഉള്ളത് കൊണ്ടാണ്. हमारे अंदर आत्मा है, इसके लिए। നമ്മുടെ മനുഷ്യാത്മാവിനെ ഉദ്ദേശിച്ചല്ല. यहाँ पर मनुष्य आत्मा का बात नहीं चल रहा है। നമ്മുടെ മനുഷ്യാത്മാവിൽ ആ ബോധം തരുന്നത് ഹോളി സ്പിരിറ്റ് ആണ്. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്നത് ഹോളി സ്പിരിറ്റിലാണ്. बल्कि हमारा मनुष्य आत्मा में परमेश्वर को उपस्थिति हम कैसा जानते हैं? पवित्र आत्मा है जो हमें बताता है। पवित्र आत्मा जब हमें दिया गया है ये बात बताने के लिए और हम जान लेने के लिए कि परमेश्वर हमारे अंदर निवास करता है। എന്നാൽ ഹോളി സ്പിരിറ്റ് എപ്പോഴും പ്രവർത്തിക്കുന്നത് നമ്മൾ വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ ആണ് നമുക്ക് ആത്മാവിന്റെ സാന്നിധ്യത്തിൽ ദൈവം നമ്മളിൽ ഉണ്ടെന്ന് അറിയുന്നത്. तो लेकिन पवित्र आत्मा भी पूर्ण रीति से कार्य कब करता है? जब प्रभु का वचन जब हमारे अंदर कार्य, क्योंकि वचन ही उसका आधार है जिसकी वजह से पवित्र आत्मा हमारे अंदर कार्य कर सकता है। നമ്മൾ ആ വാക്യം, അതായത് നമ്മുടെ 3-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ पहला യോഹന്ന 3:24 पे जब हम पढ़ते हैं, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ, जो उनके आज्ञा को पालन करता है, എന്ന് പറഞ്ഞാൽ തിരുവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ जो यानी कि प्रभु के वचनों को जो मनन करता है, ध्यान करता है, ഈ വചനത്തിന്റെ നിറവ്, ये वचन का जो भंडार है या भरने का अवस्था ആത്മാവിന് നിറവാണ്. वही है आत्मा में भरना। കാരണം വചനമില്ലാത്തടത്ത് ആത്മാവിന് നിറയാൻ പറ്റില്ല. क्योंकि जिधर वचन नहीं उधर आत्मा निवास या भर नहीं सकता, आत्मा वहां पर नहीं रह सकता। അതിന്റെ ആ 3-ാം അധ്യായത്തിന്റെ 1 യോഹന്നാൻ 3:24 പറയുകയാണ്, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു. हाँ, क्योंकि वही पहला यूहन्ना 3:24 का शुरुआत का भाग में हम पढ़ते समय में वहां पर हम कहते हैं कि जो उसके आज्ञा को मानते हैं वो उसमें, और वो 24 पढ़ेंगे, जो उसकी आज्ञाओं को मानता है वह उसमें और वह उनमें बना रहता है। हाँ, बस वो उनमें बना रहता है। എങ്ങനെയാണ് നമുക്ക് കൽപ്പന പ്രമാണിക്കണമെങ്കിൽ കൽപ്പന നമുക്ക് ആദ്യം നമ്മുടെ പോഷണമായി, ആരോഗ്യമായി, ബലമായിട്ട് തീരണം. तो अगर सबसे पहली बात यह है कि आज्ञा को यदि अगर हमें मानना है, आज्ञा जैसा कहता है वैसा अगर हमें करना है, तो ये आज्ञा को ही हमारा जीवन बनना है, हमारा जीवन का भाग बन जाना है। അവന്റെ വചനം പ്രമാണിക്കാനാണ് യേശുക്രിസ്തു നമ്മളിൽ വസിക്കുന്നത്. प्रभु का परमेश्वर का वचन को कार्य करने के लिए, परमेश्वर का वचन पूरा होने के लिए ही तो है परमेश्वर का पुत्र हमारे अंदर बना हुआ है। നമുക്കറിയാം, പഴയ നിയമത്തിൽ ആർക്കും വചനം പ്രമാണിക്കാൻ കഴിഞ്ഞില്ല. हम जानते हैं ना, पुराने नियम में किसी को भी प्रभु का आज्ञा को मानने नहीं हो सकता था। എന്നാൽ ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിന് സാധിപ്പാൻ, लेकिन जो बातें व्यवस्था को पूरा नहीं कर सकता था, അത് നമ്മളിൽ സാധിക്കാനാണ് ദൈവം തന്റെ പുത്രനെ തന്നിരിക്കുന്നത്. हमारे शरीर की दुर्बलता की वजह से, क्योंकि नहीं हो सकता था, ये बात को पूरा होने के लिए परमेश्वर ने अपना पुत्र को भेजा करके हम रोमियो 8 में हम पढ़ते हैं। അപ്പൊ നമ്മൾ ഇവിടെ വായിക്കുക എന്താണ്? ഇവിടെ നമ്മൾ വായിക്കുന്നത്, നമ്മൾ കർത്താവ് യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 17-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവനാണ്. അതായത് ജീവനാണ്. കാരണം ദൈവത്തെ അറിയുക എന്ന് പറയുന്നത് വചനത്തിലൂടെ, ആത്മാവ് മുഖാന്തരം. हाँ, और इसके लिए विषय में हम देखते हैं कि यूहन्ना का पुस्तक 17 अध्याय का उसका वाक्य 3 में हम पढ़ते हैं कि अनंत जीवन यही है। 17 का 3 पढ़ेंगे। और अनंत जीवन यह है कि तुझे
परमेश्वर को और यीशु मसीह को जिसे तूने भेजा है जाने। आमेन आमेन। അപ്പൊ എങ്ങനെ അറിയുന്നത്? तो कैसा हम जानते हैं? ആത്മാവ് വഴി. आत्मा के द्वारा। അപ്പൊ പരിശുദ്ധാത്മാവാണ് ക്രിസ്തുവിനെയും അവന്റെ പിതാവിനെയും നമുക്ക് ഗ്രഹിപ്പിച്ചു തരുന്നത്. ദൈവം സ്നേഹവാനാണ്, പുത്രൻ സ്നേഹവാനാണ്, അവൻ എന്നിൽ വസിക്കുന്നു, അവന്റെ വചനം എനിക്കിപ്പോൾ മനസ്സിലാകുന്നു, നിന്റെ വചനം എനിക്ക് വായിക്കുമ്പോൾ സന്തോഷമാണ്. ഇതെല്ലാം നമുക്ക് അനുഭവമാക്കി തരുന്നത് ഹോളി സ്പിരിറ്റ്. ये हमारे व्यक्तिगत जीवन में अनुभव में लाने वाले कौन करता है? वो पवित्र आत्मा है। पवित्र आत्मा हमें बताता है कि पिता परमेश्वर प्रेम है, उनका पुत्र प्रेम है, और वो जीवन का वो आनंद, वो सब का बातों का लाभ हमें पवित्र आत्मा के द्वारा हम उठा रहे हैं। അപ്പോ 1 യോഹന്നാൻ 4-ാം അധ്യായം നമ്മളിൽ പരിശുദ്ധാത്മാവാണോ വസിക്കുന്നത് എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള നല്ലൊരു അധ്യായമാണ് ഈ 1 യോഹന്നാൻ 4-ാം അധ്യായം. तो पवित्र आत्मा हमारे अंदर बसा है कि नहीं, ये बात जानने के लिए, ये बात अगर अच्छे से परखना है तो हम लोग पहला यूहन्ना का पुस्तक 4वां अध्याय जब पढ़ते हैं उसमें हमें मालूम पड़ता है, क्योंकि ये अच्छा अध्याय है। पवित्र आत्मा हमारे अंदर, पवित्र आत्मा ही हमारे अंदर है कि नहीं जानने के लिए। അപ്പം അതിന്റെ നമ്മൾക്ക് ദൈവത്തെ കുറിച്ചും അവന്റെ പുത്രനെ കുറിച്ചും ജ്ഞാനം തരുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. വേറെ ലോകത്തിന്റെ കാര്യം തരുന്ന ആത്മാവ് പരിശുദ്ധാത്മാവല്ല. तो हमें परमेश्वर के बारे में और उनका पुत्र के बारे में यदि कोई ज्ञान देता है, यदि कोई समझ देता है, वो पवित्र आत्मा है। ये संसार के बातों के विषय के लिए पवित्र आत्मा हमें कोई ज्ञान नहीं देता, उसके लिए पवित्र आत्मा का जरूरत नहीं है। ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്യുന്നു? അതിന്റെ 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ അതിന്റെ 5-ാം വാക്യം, पहला यूहन्ना 4:5 जब पढ़ते समय में परमेश्वर का आत्मा क्या करता है? 4:5 पढ़ेंगे। അവിടെ वे संसार के हैं, इस कारण वे संसार की बातें बोलते हैं और संसार उनकी सुनता है। ഇവിടുത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, അന്ന് യോഹന്നാൻ അപ്പോസ്തലനൊക്കെ ഉള്ളപ്പോൾ സഭയിൽ ദൈവത്തിന്റെ മക്കളല്ലാതെ ആത്മാവരല്ലാത്ത അനേകരുണ്ടായിരുന്നു. अभी यहाँ का हमको अवस्था यहाँ पर जानना है। ये यूहन्ना लिखते समय में उसके पहले इतिहास को समझना है। जहाँ उस कलीसिया में जहाँ पर यूहन्ना ये खत लिख रहा है, वो कलीसिया में क्या था? जिसका नया जन्म हुआ नहीं, यानी कि जिसके अंदर आत्मा नहीं था, वो लोग भी कलीसिया में आते थे। അപ്പോൾ അവര് അവിടെ അതിന്റെ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. उसका दूसरा अध्याय में हम पढ़ते हैं। അവിടെ എന്താ വായിക്കുന്നത്? इधर हम क्या पढ़ते हैं? അവിടെ അതിന്റെ 20-ാം വാക്യം, उसका 20 में हम पढ़ते हैं, 2:20। നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു. पढ़ेंगे 2:20। परंतु तुम्हारा तो उस पवित्र से अभिषेक हुआ है और तुम सब कुछ जानते हो। आमेन। നമ്മൾ സകലവും അറിയുന്നു എന്ന് പറയുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് അറിയുന്നില്ല, നമ്മൾ അറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. तो हम सब कुछ जानते हैं, मतलब क्या एक ही क्षण में सब कुछ जान गया, ऐसा नहीं है, बल्कि एक एक दिन हमें एक एक बातें हम जान रहे हैं और सीख रहे हैं। അപ്പൊ അവിടുത്തെ ഒരു പ്രത്യേകത നമ്മൾ വായിക്കണം. 21-ാം വാക്യം, उसका 21 में हमें खास बात को हम देखते हैं। 21 पढ़ेंगे। मैंने तुम्हें इसलिए नहीं लिखा कि तुम सत्य को नहीं जानते, पर इसलिए कि उसे जानते हो और इसलिए कि कोई झूठ सत्य की ओर से नहीं। അപ്പം സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? सत्य मतलब क्या है? അത് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. वो उनका परमेश्वर का पुत्र प्रभु यीशु मसीह है। അതാണ് യേശുവിനെ ദൈവപുത്രൻ എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ വിശ്വസിക്കുന്ന വ്യക്തിയിൽ ആത്മാവുണ്ട്. इसके लिए जो कोई भी यीशु परमेश्वर का पुत्र है करके विश्वास करता है, विश्वास करने वालों के अंदर पवित्र आत्मा बना हुआ है। അപ്പൊ നമ്മള് എഫെസ്യ ലേഖനം അതിന്റെ 1-ാം അധ്യായം, एफेसियों का पुस्तक उसका पहला अध्याय में हम पढ़ते हैं। അവിടെ അതിന്റെ 13-14 വാക്യങ്ങളൊന്ന് വായിക്കുമ്പോൾ, उसका 13 और 14 जब हम पढ़ते हैं, എപ്പോഴാണ് ആത്മാവ് നമ്മളിൽ വരുന്നത്? आत्मा हमारे अंदर कब आता है? 13-14 पढ़ेंगे। और उसी में तुम पर भी, जब तुमने सत्य का वचन सुना जो तुम्हारे उद्धार का सुसमाचार है और जिस पर तुमने विश्वास किया, प्रतिज्ञा किए हुए पवित्र आत्मा की छाप लगी। वह उसके मोल लिए हुओं के छुटकारे के लिए हमारी मीरास का बयाना है कि उसकी महिमा की स्तुति हो। കണ്ടോ, യേശുവിനെ രക്ഷിതാവായിട്ട് ഒരാൾ സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിയിലേക്ക് പരിശുദ്ധാത്മാവ് വരികയും ഇവന് കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ അവന്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കേണ്ടതിന് ആത്മാവിനെ അവൻ അവകാശമായി കൊടുക്കുകയാണ്. ആത്മാവിനെ കൊടുക്കുകയാണ് ദൈവം. കാരണം ആത്മാവില്ലാത്തവർ ആരും ക്രിസ്തുവിന്റെ വരവിൽ തിരസ്കരിക്കപ്പെട്ടു പോവുകയില്ല. तो जब हम सुसमाचार सुनते हैं, वचन सत्य का वचन सुनते हैं समय में हमारा नया जन्म हो जाता है। उस नया जन्म के द्वारा हम क्या हुआ? उस विश्वास के द्वारा प्रतिज्ञा किया हुआ पवित्र आत्मा हमारे अंदर है, उनका छाप हमारे अंदर लग गया है। और ये आत्मा कब तक रहता है? जब तक हम, और बयान में हमें दिया गया है ये आत्मा, ताकि जब प्रभु का
तुरैया फूका जाएगा उनके आगमन में हमें उठा ले जाने के लिए, हमारे शरीर का उद्धार के लिए। तो ये सब बातें हम वचन के आधार पर है, उस नया जन्म के द्वारा है, आत्मा हमारे अंदर बना रहता है। അപ്പോൾ അങ്ങനെ നമ്മൾ യേശുക്രിസ്തു വിശ്വസിക്കുമ്പോൾ നമ്മൾ ഈ ലോകക്കാരല്ലെന്നും സ്വർഗീയമായി ദൈവത്തിന്റെ മക്കളാണെന്നും സ്വർഗത്തിലാണ് അവകാശമെന്നും ഒക്കെ നമ്മളെ മനസ്സിലാക്കി തരുന്ന, നമ്മളൊക്കെ അതിന്റെ വിവേചനം തരുന്ന ആത്മാവ് നമുക്കുണ്ട്. അവർക്ക് വചനം പെട്ടെന്ന് മനസ്സിലാവും. तो इसीलिए हम लोग भूमि के नहीं है, संसार के नहीं है, बल्कि हम लोग स्वर्ग के हैं। हमारा स्वर्ग में मिरास है, प्रभु ने हमें धन संभाल कर रखा है। ये सब बातें उन लोगों को पवित्र आत्मा बताता है, और ऐसे लोगों के सामने जब सत्य वचन प्रकट करते समय में तुरंत उनको सब बातें मालूम पड़ता है, समझने लगता है, क्योंकि उनके अंदर आत्मा बना हुआ है। എന്നാൽ ആ സഭയിൽ തന്നെ നമ്മളിപ്പോൾ ചിന്തിച്ചതിന് വിരുദ്ധമായിട്ട് സ്വർഗീയമായ കാര്യങ്ങളെ കുറിച്ചല്ല, ഭൂമിയിലെ കാര്യങ്ങൾ മാത്രം പറയുന്ന ഒരു കൂട്ടം വിശ്വാസികളുണ്ടായിരുന്നു. लेकिन हम जो पहला यूहन्ना के पुस्तक में पढ़ते समय में हमने क्या देखा, जैसा एफेसस का कलीसिया का अनुभव है, इसका विपरीत, या फिर अभी जो वाक्य पढ़ा इसके विपरीत था उधर के लोगों के अंदर। वो लोग कलीसिया में आते थे, लेकिन उनके अंदर आत्मा नहीं था, അവർക്ക് ലോകത്തിന്റെ ആത്മാവാ, उनके अंदर संसार का आत्मा था। നമ്മളെ 1 യോഹന്നാൻ 2-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം, पहला यूहन्ना 2:19 में हम पढ़ते हैं, അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടുവെങ്കിലും നമുക്കുള്ളവർ ആയിരുന്നില്ല, അവർ നമുക്കുള്ളവർ ആയിരുന്നുവെങ്കിൽ നമ്മോടുകൂടെ പാർക്കുമായിരുന്നു. 19 पढ़ेंगे। वे निकले तो हम ही में से, पर हम में के थे नहीं, क्योंकि यदि वे हम में के होते तो हमारे साथ रहते, पर निकल इसलिए गए कि यह प्रकट हो कि वे सब हम में के नहीं है। അപ്പോൾ എന്താ അർത്ഥം? उसका अर्थ क्या है? അവർക്ക് ലൗകികം, അതാണ് നമ്മൾ യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായത്തിൽ, നമ്മളിൽ പരിശുദ്ധാത്മാവില്ലെങ്കിൽ നമുക്ക് ലോകത്തിന്റെ കാര്യം കേൾക്കുന്നതിന് മാത്രമേ താല്പര്യം വരുത്തുള്ളൂ. तो ये लोग ऐसे क्यों निकल गए? क्योंकि ये लोग संसार के लोग थे, जो हमने पहला यूहन्ना 4 में भी हमने पढ़ा। इन लोगों को संसार का आत्मा निवास करने की वजह से संसार की बातें उनको बहुत पसंद है सुनने के लिए। അപ്പൊ നമ്മൾ 2-ാം അധ്യായത്തിൽ വായിച്ച ആ കൂട്ടരെ കുറിച്ച് 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ വായിക്കും. 1 യോഹന്നാൻ 4:5. अभी हमने पहला यूहन्ना 2 में जो 19 में जो झुंड के बारे, जो लोगों के बारे में पढ़ा, वही हम लोग पहला यूहन्ना 4:5 में उनके बारे में कहता है कि वे संसार के है। അവർ പറയാണ് അവർ ലൗകികന്മാരാകയാൽ, वे संसार के है। ആരെ നമ്മൾ നേരത്തെ വായിച്ചില്ലേ? അവിടെ നമ്മൾ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചല്ലോ. हमने अभी 2:19 में हमने कुछ लोगों के बारे में पढ़ा जो कलीसिया छोड़कर गए थे। അവരാരാണ്? वो लोग कौन है? അവര് ലൗകികന്മാരാണ്. वे लोग संसार के है। എന്നിട്ട് വായിക്കുകയാണ്, അവർ ലൗകികന്മാരാകയാൽ ലൗകികമായി സംസാരിക്കുന്നു. इस कारण वे संसार की बातें बोलते हैं। കാരണം ഈ കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, ലോകത്തിലുള്ളവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തില്ല. हम लोग यूहन्ना का सुसमाचार 15 अध्याय में पढ़ते समय में वहां पर प्रभु कहता है कि जो संसार के लोगों के अंदर प्रभु का आत्मा कार्य नहीं करता। അല്ലല്ല, 14-ാം അധ്യായം, पहला यूहन्ना उसका 15 अध्याय, सॉरी यूहन्ना का सुसमाचार 14 अध्याय അതിന്റെ 17-ാം വാക്യം, उसका 17 में हम पढ़ते हैं, ലോകം അവനെ കാണുകയോ അറിയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. 17 पढ़ेंगे। अर्थात सत्य का आत्मा जिसे संसार ग्रहण नहीं कर सकता, क्योंकि അപ്പൊ രക്ഷിക്കപ്പെടാത്ത ലോകത്തിന്റെ മകനായിട്ടിരിക്കുന്ന ലോകത്തിലുള്ള ആളാണെങ്കിൽ ആ ആൾക്ക് ഒരിക്കലും ഹോളി സ്പിരിറ്റിനെ കിട്ടത്തില്ല. तो जो व्यक्ति संसार का है, संसार जिसका नया जन्म नहीं हुआ है, उनके अंदर सत्य का आत्मा नहीं है, क्योंकि उनको बातें ग्रहण नहीं कर सकते। सत्य का आत्मा उनके अंदर है ही नहीं। ക്രിസ്തു ഉള്ളവർക്ക് മാത്രമേ ആത്മാവിനെ കിട്ടുകയുള്ളൂ. जिनके पास मसीह है उन्हीं को आत्मा है। പക്ഷെ അവിടെ അതിന് 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ വായിക്കുകയാണ്, पहला यूहन्ना 4:5 में हम पढ़ते हैं, പക്ഷെ ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. और उधर आखिरी भाग में हम देखते हैं कि और संसार उनकी सुनता है। ഇതിൽ പിന്നെ പറയുകയാണ്, ഞങ്ങൾ, അതിന്റെ 6-ാം വാക്യം, वाक्य 6 में, ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, हम परमेश्वर के हैं, ദൈവത്തെ അറിയുന്നവൻ, जो परमेश्वर को जानता है। അപ്പൊ ദൈവത്തെ അറിയാന്ന് പറയുന്നത് എങ്ങനെയാണ്? ആത്മാവിലാണ് അറിയുന്നത്. तो परमेश्वर को जानते हैं मतलब कैसा जानते हैं? आत्मा के द्वारा जानते हैं। ലോകത്തെ എങ്ങനെ അറിയുന്നത്? संसार को कैसा जानते हैं? ജഡത്തിലാണ് അറിയുന്നത്, शारीरिक रीति से जानते हैं। അപ്പോൾ ഇവര് ഇവിടെ പറയുകയാണ്, എന്നിട്ട് അടുത്ത വാക്യം വായിക്കുകയാണ്, और फिर अगला वाक्य में कहता है, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. जो परमेश्वर से नहीं वो हमारे बातें नहीं सुनता। എന്നിട്ട് ഉടനെ പറയുകയാണ്, സത്യത്തിന്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും ഇതിനാൽ നമുക്കറിയാം. इस प्रकार हम सत्य की आत्मा और भ्रम की आत्मा कौन सा है हम पहचान सकते हैं। അപ്പം നമ്മളിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ നിറവും നമുക്കുണ്ടെങ്കിൽ നമുക്ക് വചനം ഭയങ്കര താല്പര്യമാണ്.
तो इसके लिए पवित्र आत्मा का उपस्थिति अगर हमारे अंदर रहा, पवित्र आत्मा अगर हमारे अंदर भर गया रहेगा, तो वचन के लिए, प्रभु का सच्चा वचन के लिए हमें बहुत दिलचस्पी आएगा। എന്നാൽ നമ്മള് കുറച്ച് ദിവസം പ്രാർത്ഥിക്കാതെയും വചനം ധ്യാനിക്കാതെയും നമ്മൾ ജീവിക്കുവാണെങ്കിൽ നമുക്ക് ഈ ആത്മാവിന്റെ നിറവില്ലാത്തത് കൊണ്ട് നമുക്ക് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമില്ലാതെ വരും. लेकिन कुछ दिन प्रार्थना नहीं करो, कुछ दिन वचन मत पढ़ो, क्या हो जाता है, हम लोग सूख जाते हैं, मुरझा जाते हैं। आत्मा से हम लोग नहीं भरने की वजह से प्रभु की बातों के लिए, आत्मिक बातों में कोई भी दिलचस्पी नहीं रहता। അപ്പൊ അവനറിയാം ഞാൻ കർത്താവിനോട് ഇപ്പൊ അടുത്തല്ല ജീവിക്കുന്നത്, ഞാൻ ഇപ്പോൾ ലോകത്തിലാണ്. അപ്പൊ അവനറിയാം എന്തുകൊണ്ടാണ് എനിക്ക് ആ ആത്മാ സന്തോഷം ഇല്ലാത്തത്, ഞാൻ ദൈവത്തെ വിട്ടുപോയി അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ അകൽച്ചയിലാണ് എന്ന് അവൻ അറിയാം. കാരണം ഇത് ലോക മനുഷ്യ സംബന്ധിച്ചുള്ള അത് അറിയത്തില്ല. तो और ये विश्वास, क्योंकि अब इतना दिन से वो वचन नहीं पढ़ रहा, प्रार्थना नहीं कर रहा, प्रभु से दूर होने की वजह से उसको स्वयं के अंदर खाली खालीपन का अनुभव हो जाता है और उसको मालूम पड़ता है, अरे मैं अभी प्रभु से दूर हो गया, क्योंकि मैं प्रार्थना करना नहीं हुआ, वचन में नहीं पढ़ने हुआ, मैं संसार में मैं चला गया, मैं प्रभु से दूर होकर के। ये विश्वासी को जानता है कि मैं प्रभु का उपस्थिति से मैं दूर होकर के। लेकिन जो संसार के लोग हैं, उन लोगों को तो ये बात जानते भी नहीं है कि वो लोग प्रभु से दूर है करके। ഈ കാര്യം നമ്മൾക്ക് ബോധ്യമാക്കി തരുന്നത് ഹോളി സ്പിരിറ്റാണ്. ये बात का जो अनुभव हमें जो देता है या फिर हमें बताकर देने वाला कौन है? पवित्र आत्मा। അപ്പൊ ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കുറയുമ്പോൾ, ക്രിസ്തുവിനോട് ഏകാഗ്രത കുറയുമ്പോൾ, നമ്മളെ ഉദ്ബോധിപ്പിച്ച് നമ്മളെ പ്രാർത്ഥനയിലേക്കും നമ്മളെ വചനധ്യാനത്തിലേക്കും കൂട്ടായ്മയിലേക്കും നടത്താൻ ഒരു ഉൾപ്രേരണ നമുക്ക് ഹോളി സ്പിരിറ്റ് തരും. इसीलिए जब हमारे जीवन में प्रार्थना का कमी होता है, प्रभु का वचन पढ़ने के लिए कमी होता है, आत्मिक जीवन की उन्नति में कमी होते समय में वो पवित्र आत्मा है जो हमें प्रोत्साहन देता है, हमें उन्नति देकर वापस हमें पुनर्स्थापित करके दोबारा वचन पढ़ने के लिए, प्रार्थना करने के लिए हमारे अंदर दिलचस्पी बढ़ाता है। അതിന്റെ 4-ാം അധ്യായത്തിന്റെ യോഹന്നാൻ 4:4 വായിക്കുകയാണ്, കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു. उसका 4:4 में हम पढ़ते हैं कि हे बालकों, तुम परमेश्वर के हो। എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. यानी कि क्या, तुम लोग परमेश्वर की ओर से जन्मे हो। എങ്ങനെയാണ് ജനിച്ചത്? പരിശുദ്ധാത്മാവിനാൽ. कैसा तुम्हारा जन्म हुआ? पवित्र आत्मा के द्वारा हमारा जन्म हुआ। അപ്പൊ ആത്മാവിൽ നമ്മൾ ജനിച്ചത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? आत्मा, क्योंकि आत्मा के द्वारा जन्म लिया, इसलिए क्या हो गया? നാം അവനുമായിട്ടുള്ള ബോധത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തെ നിഷ്പ്രയാസം ജയിക്കാൻ കഴിയും. കാരണം നമ്മളിൽ ഉള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. तो क्योंकि हम लोग प्रभु की ओर से जन्मे हैं, प्रभु का जीवन हमारे अंदर होने की वजह से संसार की बातों से हम लोग आराम से हम लोग विजय प्राप्त कर सकते हैं, क्योंकि हमारे अंदर जो बसा हुआ है वो संसार से भी बड़ा है। അപ്പോൾ നമ്മൾ യേശുക്രിസ്തുവിലുള്ള ഈ വിശ്വാസത്താലാണ് ഹോളി സ്പിരിറ്റ് നമ്മളിൽ പ്രവർത്തിക്കുന്നത്. तो यीशु मसीह की ओर का विश्वास के द्वारा है पवित्र आत्मा हमारे अंदर बना हुआ है। അപ്പൊ 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യവും 5-ാം അധ്യായത്തിന്റെ 4-ാം വാക്യവും നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ, हम लोग जब पहला यूहन्ना 4:4 और उसी के साथ साथ पहला यूहन्ना 5:4, ये दोनों वाक्य जब साथ में पढ़ते हैं, ഒന്ന് വായിക്കാതെ 5:4 पढ़ेंगे। पहला यूहन्ना 5:4। हाँ, क्योंकि जो कुछ परमेश्वर से उत्पन्न हुआ है वह संसार पर जय प्राप्त करता है, और वह विजय जिससे संसार पर जय प्राप्त होती है हमारा विश्वास है। യേശു ദൈവത്തിൽ. 5-ാം വാക്യം കൂടെ വായിക്കാം. और वाक्य 5 भी पढ़ेंगे। संसार पर जय पाने वाला कौन है? केवल वह जिसका यह विश्वास है कि यीशु परमेश्वर का पुत्र है। അപ്പോൾ യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നതിലൂടെയാണ് നമുക്ക് ഹോളി സ്പിരിറ്റിനെ കിട്ടുന്നത്. तो सबसे पहली बात, जो कोई यीशु मसीह पर विश्वास करता है, यानी यीशु परमेश्वर का पुत्र है, वो विश्वास के द्वारा हमें पवित्र आत्मा मिल रहा है। ആ വെളിപ്പെടുത്തലും തരുന്നത് ഹോളി സ്പിരിറ്റ് ആണ്. और उसका प्रकटीकरण भी देने वाला पवित्र आत्मा है। അപ്പോൾ ആ ആത്മാവ് നമ്മളിൽ വരുന്നത് എന്തിനാണ്? ലോകത്തെ ജയിക്കാനാണ്, ലോകത്തിലെ ആത്മാവിനെ ജയിക്കാനാണ്. पवित्र आत्मा हमारे अंदर क्यों आ रहा है? संसार के आत्मा के ऊपर विजय प्राप्त करने, संसार पर विजय प्राप्त करने के लिए। അപ്പോൾ നമുക്ക് ആ പരിജ്ഞാനം, ഞാനല്ല ക്രിസ്തു അത്രേ എന്നുള്ള ബോധത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുമ്പോൾ നമുക്ക് ആത്മാവിന്റെ സഹായം ധാരാളമായി കിട്ടിക്കൊണ്ടിരിക്കും. इसके लिए मैं नहीं बल्कि मसीह मुझ में जी रहा है करके इस बोध्य में, इस प्रकटीकरण में जब जीते समय में पवित्र आत्मा का सामर्थ हमारे अंदर अत्यंत कार्य करके हमें मदद करता है और चलाता है। അപ്പൊ നമുക്ക് ആ ആത്മാവിൽ നമുക്ക്, അല്ലെങ്കിൽ നമ്മള് വായിക്കുന്നുണ്ട്, നമ്മള് അവിടെ നമ്മള് യോഹന്നാന്റെ ലൂക്കോസിന്റെ സുവിശേഷം लूका का सुसमाचार 11-ാം അധ്യായത്തിൽ പ്രാർത്ഥനയെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. 11 वाक्य में प्रार्थना के बारे में प्रभु कहता है। അപ്പൊ അവിടെ പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും അന്വേഷിക്കേണ്ടതും ആത്മനിറവാണ്. वहां पर हम पढ़ते समय में प्रार्थना करना और भरना, ये सब आत्मा में है.
അപ്പൊ നമ്മൾ നേരത്തെ കണ്ടു എഫെസ്യ ലേഖനം 1 അധ്യായത്തിന്റെ 13 വാക്യം, അവനെ കുറിച്ചുള്ള വചനം കേട്ടപ്പോൾ നമ്മളെ പരിശുദ്ധാത്മാവിൽ മുദ്രയിട്ടു, ആത്മാവ് നമ്മളിൽ ഉണ്ട്. हमने एफएससी का पुस्तक पहला अध्याय 13 वाक्य में जब पढ़ते समय में जब सत्य का वचन सुना और उद्धार का सुसमाचार जब सुना तो क्या हो गया, आत्मा को हमें बयाने में मिला और वो आत्मा हमारे अंदर, वो आत्मा का छाप हमें लग चुका है. എന്നാൽ ആത്മാവിന്റെ സഹായം കിട്ടാൻ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണം. लेकिन उसके बाद आत्मा का मदद अगर हमको चाहिए तो हमें निरंतर प्रार्थना में और वचन के अभ्यास में बना रहना चाहिए. അവിടെ അതിന്റെ 11 അധ്യായത്തിന്റെ 12 ലൂക്കോസ് സുവിശേഷം 11 അധ്യായത്തിന്റെ 13 വാക്യം, लूका का सुसमाचार 11 का 13 में हम पढ़ते हैं. हाँ. 11 का 13 पढ़ेंगे. अतः जब तुम बुरे होकर अपने बच्चों को अच्छी वस्तुएं देना जानते हो तो स्वर्गीय पिता अपने मांगने वालों को पवित्र आत्मा क्यों न देगा. ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? എനിക്ക് പരിശുദ്ധാത്മാവിനെ സ്വർഗത്തിൽ നിന്ന് ആദ്യമായി കിട്ടുന്ന വിഷയം ചിന്തിച്ചാണ് നമ്മൾ ആത്മാവിനെ തായോ ആത്മാവിനെ. ഇവിടെ ആത്മാവ് ലഭിച്ചവർക്ക് പിന്നെ വചനം മനസ്സിലാക്കാനും ഒരു ജയജീവിതം നയിക്കാനും ആത്മാവിന്റെ നിറവ് കിട്ടാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ ആത്മാവിനെ ആദ്യമായിട്ട് ലഭിക്കുന്ന കാര്യമല്ല. ആത്മാവിന്റെ സഹായം തരാനായിട്ട് നമ്മൾ പിതാവിനോട് പുത്രമുഖാന്തരം പ്രാർത്ഥിക്കണം. हमें वाक्य 13 जब पढ़ते समय में ऐसा क्या लगता है कि हमें पहला बार आत्मा मिलने के लिए ये प्रार्थना है करके लगता है, इसलिए लोग क्या करते हैं, मुझे पवित्र आत्मा दे दो, पवित्र आत्मा दे दो, ऐसा प्रार्थना करते हैं. लेकिन ये ऐसा नहीं है. ये उन लोगों का प्रार्थना है जिनको पवित्र आत्मा जिनको मिल चुका है, उन लोगों को फिर वो परमेश्वर की उपस्थिति में आकर विनती करेगा तो कितना अधिक पवित्र आत्मा प्रभु उनको पवित्र आत्मा देगा करके कहता है. ये पवित्र आत्मा का भरने के विषय में है, पहले बार मिलने का विषय नहीं है. എന്ന് പറഞ്ഞാൽ വേദപുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയോ സാമർഥ്യമോ കഴിവോ ഒന്നും വേദപുസ്തകം മനസ്സിലാകാൻ ഇടയാകത്തില്ല. क्योंकि वो मतलब कहने का उद्देश्य क्या है कि जब हम लोग बाइबल पढ़ते समय में हमारा बुद्धि, हमारा समझ, हमारा अनुभव, ये सब हमें वचन समझने के लिए मदद नहीं करता. കർത്താവിനോട് പ്രാർത്ഥിക്കണം, നിന്റെ ആത്മാവിൽ വചനം എനിക്ക് മനസ്സിലാക്കി തരണം, അത് ജീവനും ചൈതന്യം. അപ്പോഴാണ് ആത്മാവിന്റെ സഹായം കിട്ടുന്നത്. बल्कि हमें ये प्रार्थना करना है, प्रभु आपका वचन समझने के लिए मुझे पवित्र आत्मा से मुझे भर दो. पवित्र आत्मा का वो सामर्थ्य जब मुझे भर देना करके बोलते समय में, ताकि वो मेरा वचन से पालन पोषण हो सके. जब इस रीति से प्रार्थना करते समय में हमें वचन समझ में आता है. നമ്മൾ പരിശുദ്ധാത്മ സഹായം കൂടാതെ വചനം ഒരു റൊട്ടീൻ, ഒരു പതിവ് പോലെ അല്ലെങ്കിൽ ഒരു കർമ്മം ചെയ്യുന്നത് പോലെ വായിച്ചത് കൊണ്ട് ഒരു പ്രയോജനമില്ല. അക്ഷരം കൊല്ലുന്നു. നമുക്ക് കുറച്ച് बिना पवित्र आत्मा के मदद से अगर हम लोग वचन पढ़ने जाएगा वो हमारे लिए धोखा होगा. सबसे पहले बात, वो वचन तो हमें समझेंगे नहीं, बल्कि हम लोग क्या कर रहे हैं, रीत रिवाज के रिवाज को खत्म पूरा करने के लिए हम लोग वचन पढ़ते रहते हैं. और वचन पढ़ने से क्या होगा, जीवन नहीं मिल रहा क्योंकि पवित्र आत्मा नहीं है. जीवन नहीं मिले तो क्या होगा, हम कोरिन्थियों में पढ़ते हैं कि यही अक्षर, यही शब्द हमें मार देगा करके हम पढ़ते हैं. നമ്മൾ ചിന്തിക്കരുത് നമ്മൾ വചനം വായിക്കുന്നത് കൊണ്ട് ഹോളി സ്പിരിറ്റ് നമ്മളെ സഹായിക്കുന്നു. ऐसा कभी नहीं सोचना, देखो मैं तो रोज बाइबल पढ़ रहा हूँ इसलिए पवित्र आत्मा मेरा मदद करेगा करके ऐसा कभी नहीं सोचना. വചനം വായിക്കുന്നതിന് മുൻപേ ദൈവമേ ലോകത്തിൽ എന്തെല്ലാം വായിച്ചാലും എനിക്ക് മനസ്സിലാകും, പക്ഷെ നിന്റെ വചനം മനസ്സിലാകാൻ ദൈവിക ജ്ഞാനം, ആത്മാവിന്റെ നിറവ്, എനിക്ക് ആത്മസഹായം വേണം. हाँ, तो सबसे पहली बात, हमें बाइबल पढ़ने से पहले प्रभु की उपस्थिति में घुटने में आकर हमें प्रभु को बोलना है, प्रभु इस संसार का कोई भी पुस्तक लेके यदि मैं पढ़ूंगा तो मैं समझ में आएगा, लेकिन आपका वचन पढ़ना है तो और आपका वचन समझना है तो मुझे पवित्र आत्मा का मदद चाहिए, उसको उनमें पवित्र आत्मा में भरना चाहिए, तो ही मैं समझ सकता हूँ, इसलिए मेरा सहायता करो बोलकर हमें समर्पण करना है. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 5 അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 5 അധ്യായത്തില് യോഹന്നാ का सुसमाचार 5वां अध्याय, വേദപുസ്തകം വായിക്കുന്ന യഹൂദന്മാരോട് കർത്താവ് പറയുകയാണ്, जो वचन पढ़ने वाले यहूदियों से प्रभु कहता है. വായിച്ചാട്ടെ, 5:39 5 का 31 में हम पढ़ेंगे. യോഹന്നാ 5 का 31. यदि मैं आप ही अपनी गवाही दूं तो मेरी गवाही सच्ची नहीं. നോ 5 അധ്യായം യോഹന്നാൻ 5:39. ओ सॉरी 39 सॉरी 39 पढ़ेंगे. तुम पवित्र शास्त्र में ढूंढते हो क्योंकि समझते हो कि उसमें अनंत जीवन तुम्हें मिलता है. ഓക്കെ, അവിടെ വായിക്കുകയാണോ നോക്കണോ? നിങ്ങൾ ദൈവവചനം പരിശോധിക്കുന്നു. हाँ, तुम लोग पवित्र शास्त्रों को में ढूंढते हो. എന്ന് പറഞ്ഞാല് പരിശോധിക്കും എന്ന് പറഞ്ഞാൽ ചുമ്മാതൊന്നും ഒരു അധ്യായം വായിക്കുന്നതിനെ കുറിച്ചല്ല, അവര് വചനത്തിൽ തന്നെ എപ്പോഴും അവർ അന്വേഷിക്കുകയാണ് കാര്യങ്ങൾ. मतलब क्या है, वो लोग कभी कभी एक बार एक वाक्य पढ़ लेते, ऐसा नहीं है, बल्कि यहूदी लोग हमेशा वचन के अंदर गहराई में घुसते थे और उसमें एक एक बातें ढूंढते रहते थे. അതിൽ നിത്യജീവൻ ഉണ്ടെന്ന് അറിയുന്നു.
और वो लोग ये जानते भी है, समझते भी है कि उसके अंदर अनंत काल का जीवन है करके। പക്ഷേ 40-ാം വാക്യം കണ്ടോ? लेकिन वाक्य 40 में देखो क्या लिखा है, 40 पढ़े। फिर भी तुम जीवन पाने के लिए मेरे पास आना करो। नहीं चाहते। അപ്പൊ വേദപുസ്തകം മാത്രം വായിക്കുന്നത് കൊണ്ട് വചനം നമുക്ക് ആത്മസഹായം കിട്ടുന്നില്ല. കർത്താവിനോട് പ്രാർത്ഥിക്കണം, എനിക്കിത് മനസ്സിലാക്കി തരാൻ നിന്റെ കൃപ വേണം, ആത്മാവിന്. ഇതാണ് നാം ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമ്മൾ എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും എത്ര പരിചയമുണ്ടെങ്കിലും വേദപുസ്തകം വായിക്കുന്ന ഏത് നിമിഷത്തിലും ഒരു സഹായത്തിന് വേണ്ടി കർത്താവേ നിന്റെ ആത്മാവിന്, ഇതിനെയാണ് നമ്മള് എപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മളിൽ ആത്മാവുണ്ട്, പക്ഷെങ്കിൽ നമ്മൾ ആത്മാവിനെ ഡിപ്പെൻഡ് ചെയ്യണം, ആശ്രയിക്കണം, അനുസരിക്കണം. तो इसके लिए यहाँ पर इससे स्पष्ट है कि वचन पढ़ने के, वचन किसी ने वचन पढ़ लिया बोलकर वो समझ गया, वैसा नहीं है, बल्कि पवित्र शास्त्र मैंने पढ़ भी लिया, ढूंढने के बाद भी तुरंत मेरा काम क्या है, तुरंत मुझे प्रभु के चरणों में आकर मुझे ये बात समझना है, जीवन प्राप्त करना है करके ये बात के समझने के लिए हमें प्रभु की उपस्थिति में आना है। इसलिए हमने लूका का पुस्तक में पढ़ा कि तुम लोग बुरे होकर भी तुम अपने बच्चों को तुम लोग सही खाना खिलाते हो, तो यदि तुम पिता परमेश्वर से मांगोगे तो कितना अधिक वो तुमको पवित्र आत्मा देगा। किस विषय में? हमारा पिता परमेश्वर वो इंतजार कर रहा है कि वो हम लोग प्रभु की उपस्थिति में आए और प्रार्थना करें, और वो तैयार है हमें आत्मा देने के लिए ताकि हम वचन समझ सके। നമ്മള് യോഹന്നാന്റെ സുവിശേഷം 3:34 വാക്യം വായിക്കുമ്പോൾ, യോഹन्ना 3 का 34 में हम पढ़ते हैं, ഒന്ന് വായിക്കാം. 34 पढ़ेंगे, जॉन 3:34। क्योंकि जिसे परमेश्वर ने भेजा है वह परमेश्वर की बातें कहता है, क्योंकि वह आत्मा नाप नाप कर नहीं देता। ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം വചനവുമായിട്ട് ബന്ധപ്പെട്ട് ഹോളി സ്പിരിറ്റ് എപ്പോഴും ഇരിക്കുക. देखो यहाँ पर भी देखो, वचन के साथ साथ वो आत्मा के साथ रिश्ता है। എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ ഹോളി സ്പിരിറ്റ് പ്രകാശിപ്പിക്കണം. यानी कि अगर मसीह का प्रकटीकरण मुझे अगर चाहिए, मसीह की बातें अगर जानना है, तो पवित्र आत्मा मुझे चाहिए। നമ്മൾ വചനം അന്വേഷിക്കുന്നത് പറയുന്നത് ഒരു പ്രസംഗത്തിന് ഒരു കുറിപ്പുണ്ടാക്കിയോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയാൻ ഒരു പ്രസംഗം തയ്യാറാക്കുന്നതിനെ കുറിച്ചല്ല. എനിക്ക് ജീവാഹാരമായി യേശു ക്രിസ്തുവിനെ വചനത്തിലൂടെ കിട്ടണമെങ്കിൽ, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, അങ്ങനെ ക്രിസ്തുവിനെ നമുക്ക് പോഷണമായി കിട്ടണമെങ്കിൽ ഹോളി സ്പിരിറ്റ് വചനത്തിലൂടെ നമുക്ക് പരിജ്ഞാനം നൽകണം, വചനം നമുക്ക് തിരിച്ചറിയാനുള്ള കൃപ തരണം. तो हमें वचन को हमें ढूंढते हैं करके बोलते समय मतलब क्या, हम लोग हमेशा दूसरों को संदेश बोलने के लिए हम लोग सब वचन एक पुस्तक में, एक पेपर में लिख के रखते हैं, और ये बातें हम लोग संदेश में देते हैं, या फिर किसी को कुछ बोलना हो तो हम लोग पेपर में लिखकर, वो सब बातें ढूंढकर उस रीति से नहीं है। ये हमारा व्यक्तिगत जीवन का उन्नति के बारे में, व्यक्तिगत रीति से जब भी हम वचन पढ़ते समय में प्रभु यीशु मसीह जीवन का रोटी है करके जब ये वाक्य पढ़ते समय में प्रभु का आत्मा है वो हमें सहायता करता है, और वो वचन मेरे व्यक्तिगत जीवन के लिए, मैं जब पढ़ते समय में मेरे लिए व्यक्तिगत रीति से उन्नति होना चाहिए, इसके लिए हमें वचन ढूंढना है, इसके लिए हमें प्रभु की उपस्थिति में हमें गिरना है। അവിടെ നമ്മള് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം കർത്താവ് അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്ത ഒരു തിബരിയാസ് കടൽക്കരയിൽ വെച്ച് അപ്പം വർദ്ധിപ്പിച്ചു അതിനെ മൾട്ടിപ്ലൈ ചെയ്ത ഒരു സംഭവമാണ് കാണുന്നത്. वहां पर यूहन्ना का सुसमाचार 6 अध्याय में पढ़ते समय में वहां पर हम देखते हैं कि किस तरह प्रभु ने 5 रोटी से लोगों को खिलाया था। അപ്പോൾ അവിടെ പിന്നെയും അവരെന്ത് ചെയ്തു? അപ്പം തിന്നാനായിട്ട് വന്നു. उसके बाद ये सब बातें हो जाने के बाद प्रभु वहां से निकला, तो लोग यीशु को ढूंढते ढूंढते आया ताकि फिर से वो लोग रोटी खा सके। അത് കർത്താവ് കൊടുത്തത് വചനമാകുന്ന അപ്പം അല്ല കൊടുത്തത്. तो प्रभु ने जब उनको रोटी दिया तो वो वचन वाला रोटी नहीं था, सादा रोटी था। കർത്താവ് പറയാ, ആ കാര്യത്തിൽ ഇനി എന്നെ നിങ്ങൾ അന്വേഷിക്കരുത്. നമ്മൾ 6-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം, उसका 6 का 27 में जब पढ़ते समय में 26 और 27 में पढ़ते समय प्रभु वहां पर क्या बोल रहा है, तुम लोग जो शारीरिक रोटी जो चमत्कार देख के आया है वो उसके लिए तुम लोग दोबारा मेरे पास मत आओ। 27-ാം വാക്യത്തിൽ പറയാണ്, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല. और 27 में प्रभु क्या कहता है कि तुम लोग जो नाशवान भोजन के लिए तुम लोग परिश्रम ना करो, പിന്നെ നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ, बल्कि उस वचन के लिए जो सदा, जो अनंत के लिए ठहरा रहता है, उसके लिए तुम लोग यत्न करो। എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും നീതി പ്രവൃത്തി ചെയ്യുന്നതിനെ കുറിച്ചല്ല. यत्न करना मतलब हम लोग खुद से कुछ धार्मिकता का कार्य करना है, वो वैसा नहीं है। എനിക്ക് വചനം, ഈ ആത്മീയ ആഹാരം അനുഭവിക്കാനുള്ള കഴിവില്ല, എനിക്ക് ഹോളി സ്പിരിറ്റ് സഹായിക്കണം എന്ന നിലയിൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു ആശ്രയബോധം വരുന്നതിനെയാണ് അവിടെ പറയുന്നത്. बल्कि क्या है, प्रभु मैं जब आपके वचन की उपस्थिति में आते समय में मुझे कुछ भी समझ में नहीं आता, मुझे आपका मदद चाहिए, मुझे आपका जरूरत है करके इस तरह का पूर्ण रीति से पवित्र आत्मा पर भरोसा करके निर्भर होने का परिस्थिति को कहता है, तुम उसके लिए परिश्रम करो।
അവിടെ നമ്മളെ എഫീസ് ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിലും 14-ാം വാക്യത്തിലും വായിച്ചു നമ്മളെ ആത്മാവിൽ മുദ്രയിട്ടിരിക്കുന്നു. हम लोग एफिसियों का पुस्तक पहला अध्याय का 13-14 में हमने पढ़ा था कि आत्मा के द्वारा हमें आत्मा में छाप लग चुका है करके. എന്നാൽ ഇവിടെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായം അതിന്റെ 27-ാം വാക്യത്തിൽ വായിക്കുന്നത് നിങ്ങൾക്ക് ആഹാരം തരാൻ, ആത്മീയ ആഹാരം തരാനായിട്ട് പിതാവായ ദൈവം എന്നെ മുദ്രയിട്ടിരിക്കുന്നു. हाँ, और यही बात है. और दूसरा हम लोग यूहन्ना का सुसमाचार 6 का 27 का बी पार्ट में हम देखते हैं कि जिसे मनुष्य का पुत्र जो हमें अनंत काल का जीवन का विषय का जो भोजन है वो भोजन देने के लिए मनुष्य का पुत्र को ठहराया गया है, क्योंकि पिता ने अर्थात परमेश्वर ने उसे छाप देकर दिया है. പക്ഷെ ഈ ക്രിസ്തുവുമായിട്ട് നമുക്ക് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ, അവനുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മ സഹായം കൂടെ ആത്മാവിൽ അല്ലാതെ സാധിക്കത്തില്ല, ജനം കൊണ്ട് സാധിക്കത്തില്ല. लेकिन इस मसीह को अगर स्पर्श करना है, प्रभु के साथ मुझे अगर संगति करना है, तो पवित्र आत्मा की मदद के बगैर नहीं हो सकता. അപ്പൊ അതിനാണ് നമ്മളെ ആത്മസാനത്താൽ ക്രിസ്തു എന്ന ശിരസിനോട്, ആത്മാവാണ് നമ്മളെ ക്രിസ്തുവിനോട് ബന്ധിപ്പിക്കുന്നത്. इसीलिए तो हम आत्मा का बपतिस्मा के द्वारा मसीह जो हमारा सिर है, उस सिर के साथ हम एक होकर एक देह बन चुके हैं. पवित्र आत्मा है जो हमें मसीह के साथ जोड़कर रखता है. അപ്പൊ നമ്മൾ എഫേസ്യ ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിൽ വായിക്കുകയാണ്. एफिसियों का पुस्तक उसका 3रा अध्याय में हम पढ़ते हैं. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, जब हम प्रार्थना करते हैं, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? प्रार्थना करने का मतलब क्या है? ഈ ക്രിസ്തുവുമായി ഒന്ന് കണക്ട് ചെയ്യാനായിട്ട്, ये मसीह के साथ वापस जुड़ जाने के लिए, വചനത്തിലൂടെ ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് ആത്മാവിന്റെ സഹായം വേണം. या वचन के द्वारा प्रभु में जुड़ जाना है तो मुझे पवित्र आत्मा का मदद चाहिए. അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ലോകത്തിലും ജഡത്തിന്റെ ചിന്ത, മരണം, ആത്മാവിന്റെ ചിന്ത ചെയ്യും. അപ്പൊ നമ്മുടെ ചിന്ത മണ്ഡലം ആത്മാവ് സാന്ദ്രീകരിച്ച് ആത്മാവ് ക്രിസ്തുവിലേക്ക് പിടിച്ചടിപ്പിക്കണം. കാരണം നമുക്ക് അതിനുള്ള കഴിവില്ല. देखो, क्योंकि मन का विचार हमेशा मृत्यु देता है. जो मन से जो शरीर में मन लगाता है उसमें मृत्यु है. तो यही है हमारा दशा, हमारा स्वाभाविक रीति से हमारा दशा ऐसे ही है. इसलिए हमें पवित्र आत्मा चाहिए. पवित्र आत्मा में जो मन लगाता है वो जीवन है, शांति और उन्नति मिलता है. इसलिए पवित्र आत्मा में बना रहना बहुत जरूरी है. അപ്പൊ എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിക്കുകയാണ്. एफिसियों का पुस्तक 3 का 16 पढ़े. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം वो अपनी महिमा के धन के अनुसार അവന്റെ ആത്മാവിനാൽ उनके आत्मा के द्वारा നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. तुम्हारा भीतरी मनुष्य में सामर्थ पाकर बलवंत हो जाए. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? उसका अर्थ क्या है? അതാണ് നമ്മൾ ഇനി 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, वही हम लोग 6 का 10 में जब हम पढ़ते हैं, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. 6 का 10 पढ़ेंगे. पढ़ो. इसलिए प्रभु में और उसकी शक्ति के प्रभाव में बलवंत बनो. അപ്പൊ എങ്ങനെയാണ് സാധിക്കുന്നത്? तो ये कैसा हो सकता है? 3-ാം അധ്യായത്തിലെ കാര്യം ആ പ്രാർത്ഥനയിലൂടെയാണ് ശക്തിപ്പെടുന്നത്. 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ പറയുകയാണ്, പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ നമ്മള് അകത്തെ മനുഷ്യൽ ശക്തിപ്പെടുന്ന കാര്യം തന്നെയാണ് നാം ക്രിസ്തുവിൽ ശക്തിപ്പെടുക എന്ന് 6-ാം അധ്യായത്തിൽ പറയുന്നത്. हम लोग जो 3रा अध्याय में हमारे भीतरी मनुष्यों में जो बल पाना, और 6वां अध्याय का 10 में जो हमने पढ़ा प्रभु में हम लोग बल होना, ये सब प्रार्थना के द्वारा है जो हम बलवंत होता है. അങ്ങനെ ദൈവത്തിന്റെ എല്ലാ നമ്മളിവിടെ നമ്മളെ എഫേസ്യ ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്. एफिसियों का पुस्तक 5वां अध्याय में हम पढ़ते हैं. അതിന്റെ 18-ാം വാക്യം, उसका 18वां वाक्य में ആത്മാവ് നിറഞ്ഞവരായി, आत्मा से भरकर. ആത്മാവ് നിറഞ്ഞവരായി. ആത്മാവിൽ നിറയുമ്പോൾ ക്രിസ്തുവിനെ കുറിച്ചും പിതാവിനെ കുറിച്ചുമുള്ള ധന്യമായ ബോധം കൊണ്ട് നിറഞ്ഞ്, ആ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞ് നമ്മള് ലോക വിഷയത്തിൽ നിന്ന്, ലോകത്തിൽ നിന്ന് വേർപെട്ട ഒരു മനുഷ്യനായി തീരുന്നു. तो इसलिए जो व्यक्ति आत्मा से परिपूर्ण होता है, आत्मा से भर जाता है, वही व्यक्ति संसार की बातों से हटकर प्रभु की बातों में वो बढ़कर परिपूर्ण हो जाता है. അവിടെ ആത്മാവ് നിറഞ്ഞവരായി, और आत्मा से परिपूर्ण होते जाओ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും और भजन और स्तुति गान. പിന്നെ നമ്മള് അനേക സ്ഥലത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. इस तरह हम लोग और बहुत भी जगहों में हम पढ़ते हैं. അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരു നിരന്തരം കാണുന്ന കാര്യമാണ് ആത്മാവിൽ നിറയുക, ആത്മാവിൽ നിറയുക, ആത്മാവിൽ നിറയുക. प्रेरितों का कार्य में निरंतर ये बात कहने वाला एक बात है, आत्मा में भरो करके. എന്നാൽ ആത്മാവിൽ നിറയാൻ നമ്മുടെ പ്രാർത്ഥന ആവശ്യമാണ്. इसलिए आत्मा में भरने के लिए, आत्मा में परिपूर्ण होने के लिए प्रार्थना जीवन जरूरी है. അപ്പൊ കർത്താവിനോട് നമ്മള് പ്രാർത്ഥനയിലൂടെ പറ്റിച്ചേരുമ്പോൾ ആത്മാവിന്റെ നിറവുണ്ടാകുന്നു. जब हम प्रार्थना के द्वारा जब प्रभु के साथ हम एक हो जाते हैं, एक देह बन जाते हैं, तब आत्मा का बहाव हमारे अंदर बहने लगता है. ആത്മാവിൽ നിറയുമ്പോൾ ക്രിസ്തുവിനോട്, അപ്പൊ ആത്മാവ് ക്രിസ്തുവിലേക്കും ക്രിസ്തു ആത്മാവിലേക്കും നമ്മളെ നയിക്കുകയാണ്.
क्योंकि आत्मा मसीह की ओर और मसीह हमें आत्मा की ओर ले जाता है। എന്നാല് നമ്മള് ആത്മാവിന്റെ മുദ്ര നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല, അവർ ഒറ്റ പ്രാവശ്യമാണ് ഉണ്ടാകുന്നത്. देखो हम लोग को जब हमारा नया जन्म होते समय में उसी समय में हमें आत्मा का छाप मिलता है। उसके बाद दोबारा आत्मा में कितना भी बार भर लो, परिपूर्ण हो जाओ, दोबारा छाप नहीं मिलता। एक ही बार ही हमको छाप लग चुका है। ആത്മാവിൻ്റെതായിരിക്കുന്ന സ്നാനവും ഒരു പ്രാവശ്യമാണ് നമുക്ക് ഉണ്ടാകുന്നത്. उसी तरह आत्मा का बपतिस्मा भी एक ही बार ही होता है। അപ്പൊ ആത്മാവിന്റെ അച്ചാരം നമുക്ക് ഒരു പ്രാവശ്യമാണ്. ആത്മാവിനെ ഒരിക്കലായിട്ട് എന്നേക്കുമായി തരികയാണ്. और आत्मा को बयाने के रूप में देना वो भी एक ही बार में ही हो गया है। പക്ഷെ നാം നിരന്തരം ആത്മാവിൽ നിറയണം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഈ വചനം നമ്മളെ ആത്മാവിന്റെ സഹായത്തിന് വേണ്ടി ജ്ഞാനം കൊണ്ട് നിറയുക. लेकिन फिर भी आत्मा में भरने का विषय जब आते समय में परिपूर्ण होने का विषय में बार बार करने का जरूरी है, क्योंकि ऐसा करने से वचन का ज्ञान में हम बढ़ते हैं। അവിടെ നമ്മള് ദേവാലയം പണിയുന്നതിനുള്ള ബന്ധത്തിൽ നമ്മളെ പുറപ്പാട് പുസ്തകം 31 അധ്യായം, हम लोग निर्गमन का पुस्तक 31वां अध्याय में അവിടെ അതിന്റെ ദേവാലയം പണിയുന്നതിന് വേണ്ടി ദൈവം ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. प्रभु वहां पर मंदिर का काम को बनाने के लिए बेसलेल को चुनता है। അവിടെ അവനെ ആത്മാവിൽ നിറച്ചിരിക്കുന്നു എന്ന് വായിക്കുന്നു. वहां पर हम पढ़ते हैं कि उसका दूसरा अध्याय में तीसरा वाक्य में हम पढ़ते हैं कि उसे आत्मा से प्रभु ने भर दिया था। അവിടെ അതിന്റെ 5ാം വാക്യം, उसका 5वां वाक्य में ജ്ഞാനവും ബുദ്ധിയും അറിവും സകല സാമൃദ്ധ്യം കൊണ്ട് നിറച്ചിരിക്കുന്നു. हिंदी में 3 पढ़े। और मैं उसको परमेश्वर की आत्मा से जो बुद्धि, प्रवीणता, ज्ञान और सब प्रकार के कार्यों की समझ देने वाली आत्मा है परिपूर्ण करता हूं। അപ്പൊ ആത്മാവിൽ നിറയെ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ബഹളം ഉണ്ടാക്കുക, ശബ്ദം ഉണ്ടാക്കുക ഒക്കെ ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുമ്പോൾ വചനത്തിൽ കൂടെ അല്ലാത്തത് കൊണ്ട് വേറെ രീതിയിലാണ് ആത്മാവിനെ നിറയുന്നത്. അത് വേറെ ആത്മാവാണ്. अभी आत्मा से भर जाना मतलब क्या है? हमें गलतफहमी क्या है? आत्मा से भर जाना मतलब तुरंत जोर से ताली मारना, तुरंत जोर से डांस करना, तुरंत जोर से चिल्लाना, ये करना वो करना, ऐसा शारीरिक रीति से ये सब बातों का ज्ञान हमारे अंदर होने के वजह से जो एक बहुत बड़ा गलतफहमी है, ऐसा रीति से हम समझने की वजह से क्या हो जाता है, प्रभु का वचन हमारे अंदर कार्य नहीं करता और वो दूसरा मार्ग में चले जाता है, दुरुपदेश में चले जाता है। അത് ജഡം കൊണ്ട് നിറയുന്നതാണ്. കാരണം നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നു? നോർമലായിട്ട് പെരുമാറുന്നില്ല, നമ്മൾ അവിവേകം ചെയ്യുന്നു. അതല്ല, കാരണം ആത്മാവിൽ നിറയുക എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ സുബോധമുള്ള ഒരു മാന്യനും നമ്മൾ സ്വഭാവത്തിൽ വളരെ വിശിഷ്ടന്മാരുമായി തീരുകയാണ്. तो ऐसा वो व्यक्ति लोग ऐसा लोग जो जिसको लगता है कि आत्मा से भरना मतलब थोड़ा चिल्लाना, थोड़ा ताली मारना, ये सब बातें जिसके वजह से क्या होता है, वो लोग अपने सुबोध मन से हट जाता है। फिर वो लोग अपना बुद्धि से निकलकर सब गलतियां करने लगता है, मूर्खता करने लगता है। लेकिन पवित्र आत्मा वास्तव में क्या है? पवित्र आत्मा से भरना मतलब वो व्यक्ति सुबोध में रहता है, जागरूक रहता है, उसको मालूम है कि वो क्या कर रहा है, उसकी अच्छी तरह से पहचान है, पूरा पवित्र आत्मा का नियंत्रण में वो व्यक्ति रहता है। അപ്പൊ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. तो इसीलिए हमें प्रभु से प्रार्थना करना है, ജ്ഞാനം തരണമേ, हे प्रभु मुझे ज्ञान देना। ജ്ഞാനം തരണമെന്ന് പറയുമ്പോൾ ദൈവം അവന്റെ ആത്മാവിൽ നിറച്ച് ജ്ഞാനം തരും. मतलब ज्ञान देगा मतलब कैसा ज्ञान देगा? परमेश्वर वो व्यक्ति का आत्मा में पवित्र आत्मा भरकर ज्ञान देगा। ഇപ്പൊ നമ്മള് ദാനിയേലിനെ കുറിച്ച് പഠിക്കുമ്പോൾ ദാനിയേല് ആ രാജാവ് നെബൂഖദ്നേസർ രാജാവ് സ്വപ്നം കണ്ടു, പക്ഷെ അത് എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ എല്ലാ മന്ത്രവാദികളും കൊല്ലാൻ തീരുമാനിച്ചു. അപ്പൊ ദാനിയേൽ വന്ന് പറയുകയാണ്, ഞങ്ങളുടെ ദൈവം ഈ അർത്ഥം മനസ്സിലാക്കി തരും, ഞങ്ങളെ രാത്രി പ്രാർത്ഥിച്ചിട്ട് അതിന്റെ അർത്ഥം പറയാം. അപ്പം ആ ദാനിയേൽ പോയിട്ട് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവിന്റെ ജ്ഞാനം കൊണ്ടങ്ങ് നിറഞ്ഞു. तो अभी देखो दानियेल के विषय में हम पढ़ते हैं, जब नेबूकदनेस्सर राजा को सपना आते समय में वो उसका अर्थ क्या है जानने के लिए वो बाबिलोन देश का सभी जादूगरों को बुलाया। लेकिन नेबूकदनेस्सर राजा ने क्या बोला? सपना क्या है मैं बताऊंगा नहीं, तुम लोग बताना सपना क्या है और अर्थ बताना। तो सब जादूगर डर गए, बोला ये तो असंभव है, कोई नहीं कर सकता करके। तब नेबूकदनेस्सर राजा गुस्से में आकर सभी जादूगरों को मारने का आज्ञा दिया। उस समय में दानियेल ने क्या कहा? देखो हमारा परमेश्वर आपका सपना क्या है बता सकता है और उसका अर्थ भी क्या है बता सकता है करके हमें समय दो करके बोलकर दानियेल और उसके मित्र लोगों ने क्या किया? वो लोग ने प्रार्थना किया। उस दिन प्रार्थना करने के बाद अगले दिन आकर राजा को सपना क्या है करके बताया। അദ്ദേഹം കണ്ട സ്വപ്നം ദൈവവചനമാണ്, ദൈവത്തിന്റെ പ്രവചനമാണ്. ലോകത്തിൽ ഉണ്ടായിട്ടുള്ള രാജ്യങ്ങളെ ഇനി ഉണ്ടാകാൻ പോകുന്നത്, അങ്ങനെ ദൈവത്തിന്റെ വചനം പ്രകാരം പുള്ളിക്ക് അത് മനസ്സിലായില്ല. അപ്പൊ അത് ജ്ഞാനിയായ ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ട് അതിന്റെ ജ്ഞാനം കിട്ടി.
देखो जब नेबूकदनेस्सर राजा ने जब स्वप्न देखा, वो स्वप्न किसके ओर से था? परमेश्वर की ओर से था। मतलब वो परमेश्वर का वचन है, वो परमेश्वर का वाणी था, परमेश्वर का भविष्यवाणी था। ये दुनिया में क्या होने वाला है, क्या क्या बातें हैं, उसका भविष्यवाणी था। लेकिन राजा बुद्धिमान नहीं था, वो समझ नहीं सकता था, उसको ज्ञान नहीं था। इसलिए वो दानियल को वो ढूंढा, यानी कि कोई ज्ञानी को ढूंढा जो बता सके। वो ज्ञानवान जो आत्मा से भरा हुआ व्यक्ति वहां समय दानियल ही था जो अर्थ बता सकता था। അവിടെ നമ്മള് ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. दानियल का पुस्तक उसका 6:3 में हम पढ़ते हैं। ദാനിയേലിനെ കുറിച്ച് പറയുന്നുണ്ട്. उस बार हम पढ़ते हैं 6:3 पढ़ेंगे। दानियल 6:3। जब यह देखा गया कि दानियल में उत्तम आत्मा रहती है, तब उसको उन अध्यक्षों और अधिपतियों से अधिक प्रतिष्ठा मिली, वरन राजा यह भी सोचता था कि उसको सारे राज्य के ऊपर ठहराए। ഓക്കെ, ദാനിയേൽ എങ്ങനെ വിളങ്ങി? दानियल कैसा चमका? അവൻ ഉത്കൃഷ്ട മനസ്സനായ അല്ലെങ്കിൽ ഏറ്റവും ഡീസന്റ് ആയ ഒരു വ്യക്തിയായിട്ട് വിളങ്ങാൻ കാര്യം അവനിൽ ഹോളി സ്പിരിറ്റിന്റെ ജ്ഞാനം ഉണ്ടായിരുന്നു. दानियल इतना स्वाभाविक रीति से इतना अच्छा और एकदम चमकने वाला व्यक्ति क्यों बना? क्योंकि उसके अंदर एक उत्तम आत्मा था। ദൈവത്തെ സംബന്ധിച്ചുള്ള എല്ലാ ജ്ഞാനവും ഉത്കൃഷ്ടനായിരുന്നു ദാനിയേൽ. यानी कि परमेश्वर के विषय में का जो भी ज्ञान का बात है, जो जरूरत है, वो सारा ज्ञान का भंडार दानियल में था। എന്നാൽ നമ്മള് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അതായത് എസ്കേൽ പ്രവചനം 28-ാം അധ്യായം. एजेकियल का पुस्तक 28 में हम पढ़ते हैं। ദൈവം ലൂസിഫറിനോട് ചോദിക്കുന്നുണ്ട്. वहां पर प्रभु परमेश्वर लूसीफर से कहता है, അതിന്റെ 3-ാം വാക്യം, वाक्य 3 में 3 पढ़े, तू दानियल से भी अधिक बुद्धिमान तो है। അതിന്റെ അർത്ഥം എന്താണ്? उसका अर्थ क्या है? ദാനിയേലിന് ലോകത്തിന്റെ കാര്യങ്ങൾ അറിയത്തില്ല. दानियल को देखो, संसार का कोई भी बातें दानियल नहीं जानता। അവന് ദൈവത്തിന്റെ കാര്യമാണ് അറിയുന്നത്. परंतु वो परमेश्वर का बातें वो जानता था दानियल। നമ്മള് ലൂക്കോസ് സുവിശേഷം 16-ാം വാക്യം, लूका 16:8 में हम पढ़ते हैं। लूका 16:8 पढ़ेंगे। स्वामी ने उस अधर्मी भंडारी को सराहा कि उसने चतुराई से काम किया है, क्योंकि इस संसार के लोग अपने समय के लोगों के साथ नीति व्यवहारों में ലോകത്തിൽ അനീതി ചെയ്യാനും ദുഷ്ടത പ്രവർത്തിക്കാനും കുരുട്ടുബുദ്ധി ചെയ്യാനും ഉള്ള ജ്ഞാനം ലോക മനുഷ്യർക്കുണ്ട്. देखो, इस संसार के लोगों के अंदर चतुराई से काम करना, बुद्धिपूर्वक लोगों को धोखा देना, लोगों को धोखा देकर फायदा उठाना, ये सब बातें संसार के लोगों को करने अच्छी तरह से मालूम है। പക്ഷെ ദാനിയേലിന് അത് ആ ജ്ഞാനമില്ല. लेकिन इस तरह का ज्ञान दानियल में नहीं है। അപ്പൊ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഈ വിധമായ ജ്ഞാനമെല്ലാം ക്രൂശിൽ തകർക്കപ്പെട്ടെങ്കിൽ മാത്രമേ ആത്മാവിന്റെ ജ്ഞാനം കിട്ടത്തുള്ളൂ. तो ये सब ज्ञान तो हमारे अंदर भी है। संसार में लोगों को लूटना, लोगों चतुराई से उनको बेवकूफ बनाना, धोखा देना, ये सब हमारे अंदर भी है। लेकिन जब प्रभु में विश्वास करने के बाद क्या हो गया? हमारा ये पुराना बुद्धि, पुराना ज्ञान क्रूश में खत्म होना जरूरी है। അപ്പൊ ദൈവികമായിട്ടുള്ള ജ്ഞാനം ഇല്ലെങ്കിൽ, അതാണ് യാക്കോബിന്റെ ലേഖനത്തിൽ, നിങ്ങളിൽ ഒരാൾക്ക് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ, इसलिए हम लोग याकूब का पुस्तक में हम पढ़ते हैं, परमेश्वर का ज्ञान का विषय में अगर देखा जाए तो यदि तुम्हारे अंदर ज्ञान कम है तो ഹോളി സ്പിരിറ്റ് സഹായം വേണം. ഹോളി സ്പിരിറ്റിന് ജ്ഞാനം നൽകണം. കാരണം ആ അഭിഷേകത്താലാണ് ജ്ഞാനം കിട്ടുന്നത്. तो वो ज्ञान मिलने के लिए, वो बुद्धि मिलने के लिए हमें पवित्र आत्मा चाहिए। पवित्र आत्मा के द्वारा ही है हमें सही रीति से उस ज्ञान का भंडारता में हम लोग भर सकते हैं। ലോകജ്ഞാനികൾക്ക് അവനെ കിട്ടില്ല. संसार के लोगों को ये ज्ञान नहीं मिलेगा, പിതാവിനെയും അവന്റെ പുത്രനെയും കുറിച്ചുള്ള ജ്ഞാനമാണ്. क्योंकि ये पिता का और उनका पुत्र प्रभु यीशु मसीह का ज्ञान और बुद्धि है। അപ്പൊ അവൻ നമ്മിൽ വസിക്കുന്നുവെന്ന് അവൻ നമുക്ക് ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. तो वो हम में बसा है करके, परमेश्वर हमारे में निवास करता है करके, ये पवित्र आत्मा के द्वारा हम जानते हैं। പക്ഷെ എപ്പോൾ കർത്താവിന്റെ അടുക്കലേക്ക് വരുമ്പോഴും പിന്നെ ഈ ആത്മാവിന്റെ ഒരു സഹായം, ജഡം കൊണ്ട് നമുക്ക് ദൈവത്തെ അറിയാൻ കഴിയത്തില്ല. लेकिन फिर भी हमें मसीह हमारे अंदर रहने के बाद भी हमें पवित्र आत्मा का मदद चाहिए। शारीरिक बुद्धि से इस सब दिमाग लगाने जाएगा तो पवित्र आत्मा का मदद हमारे अंदर नहीं होगा। हमें बार बार पवित्र आत्मा का मदद चाहिए। അതുകൊണ്ട് കർത്താവ് ശിഷ്യന്മാരെ പിരിയാൻ നേരം അവരോട് പറഞ്ഞ ഒരു ഞാൻ പോകുന്നത് നല്ലത്, ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നത് നല്ലത്. इसके लिए प्रभु अंत में अपने चेलों से क्या कहता है? देखो, मैं यहाँ से तुमको छोड़कर गया तो वो अच्छा है, तुम्हारे लिए लाभ की बात है वो। ഞാൻ പോയാൽ, क्योंकि मैं जाने के बाद ഞാൻ പരിശുദ്ധാത്മാവിനെ അയക്കും. मैं पवित्र आत्मा जो दूसरा मददगार है तुमको भेजूंगा। അവൻ നിങ്ങൾക്ക് ബോധം തരും. वो तुमको सुबोध करेगा। അവൻ നിങ്ങൾക്ക് ജ്ഞാനം തരും. वो तुमको ज्ञान और बुद्धि देगा। അപ്പൊ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്നും ആവശ്യമാണ്. इसलिए पवित्र आत्मा से भरना ये हमें रोज होना जरूरी है। എന്നും മുദ്രയിടേണ്ട,
रोज हमको छाप का जरूरत नहीं है, എന്നും നമുക്ക് അഭിഷേകത്തിന്റെ ആവശ്യമില്ല. रोज हमको अभिषेक दो करके बोलने का जरूरत नहीं है, നമുക്ക് എന്നും ആത്മസാരം വേണ്ട. रोज हमको आत्मा में बपतिस्मा करो करके बोलने का जरूरत नहीं है, ये बार बार क्रिया करने का जरूरत नहीं है. എന്നാൽ ഇതിന്റെ എല്ലാം യഥാർത്ഥമായിട്ടുള്ള അനുഗ്രഹം നമുക്ക് ഉണ്ടാകുന്നത് ആത്മാവിന്റെ നിറവ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. लेकिन आत्मा का छाप, आत्मा का बपतिस्मा, आत्मा का अभिषेक, ये सबका लाभ कब होगा? जब हम बार बार आत्मा में भरेंगे तभी. നമ്മൾ ഒറ്റ കാര്യം മാത്രം ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി. हमें एक बात के लिए परमेश्वर से हमें प्रार्थना करना है, കർത്താവേ, നിന്റെ ആത്മാവിന്റെ ജ്ഞാനം എനിക്ക്, കാരണം എനിക്ക് പരിശുദ്ധാത്മാവിനെ സ്വർഗത്തിൽ നിന്ന് തരണമെന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. तो यहाँ पर इसके लिए एक ही बात हमें प्रार्थना करना है, परमेश्वर मुझे आत्मा का ज्ञान दो, मुझे स्वर्ग से मुझे आत्मा दो, ऐसा प्रार्थना नहीं करना है, बल्कि आपका बातों को समझने के लिए सही ज्ञान दो. കാരണം അവനെ നമ്മള് എനിക്ക് ഒരു ദൈവിക ബോധം എപ്പോഴും എന്നിൽ, കാരണം ആ അഭിഷേകത്തിന്റെ ജ്ഞാനത്തിൽ എപ്പോഴും ദൈവത്തിൽ ആത്മാവിൽ നടക്കാൻ, ആത്മാവിൽ ജീവിക്കാൻ, ആത്മാവിൽ വിവേചിച്ചറിയാൻ, നമുക്ക് നമ്മളെ നടത്താൻ ആത്മാവിനെ തന്നിരിക്കുക. പക്ഷെ നാം ആശ്രയിക്കുന്നില്ല എങ്കിൽ നമ്മൾ ജഡത്തിലായിരിക്കും. मैं परमेश्वर को उपस्थिति में हूँ, उस ज्ञान का सही बातों का पहचान मुझे होना जरूरी है. ये तो सच है कि परमेश्वर ने अपना आत्मा हमारे अंदर डाल दिया, उंडेल दिया है, लेकिन फिर भी हम बहुत बार हम लोग गलती कर बैठते हैं. वो क्यों? क्योंकि आत्मा का मदद पर हम लोग निर्भर नहीं करते. इसलिए हमें ये प्रार्थना करना है कि प्रभु आप ज्ञान और बुद्धि दो, ताकि निरंतर हम आत्मा में भरोसा कर सके, आत्मा में आश्रय कर सके और आत्मा में भरकर आपके इच्छा के अनुसार चल सके. 1 യോഹന്നാൻ 4-ാം അധ്യായം നമ്മൾ ശരിക്കും വായിച്ച് മനസ്സിലാക്കുക. അവിടെ ഏത് ആത്മാവാണ് നമുക്ക് ഉള്ളത്? കാരണം ദൈവത്തിന്റെ ആത്മാവാണെങ്കിൽ വചനത്തിന്റെ സന്തോഷം പിന്നെയും പിന്നെയും വർദ്ധിക്കും. तो इसके लिए 1 यूहन्ना अध्याय 4 को हमें अच्छी तरह से पढ़ना है और हमें अपने आप को जांचना, परखना है कि किस आत्मा है, कौन सा आत्मा से हम लोग भरा हुआ है, संसार के आत्मा से या प्रभु के आत्मा से. നമ്മൾ ആത്മാവിൽ നിറഞ്ഞാൽ, അവിടെ യോഹന്നാന്റെ ലേഖനത്തിൽ ആദ്യം തന്നെ വായിക്കുകയാണ്, യൗവനക്കാരെ നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം ശക്തിയോടെ നിങ്ങളിൽ വസിച്ചിരിക്കാലും നിങ്ങൾ സാത്താനെ ജയിച്ചിരിക്കുക. അപ്പൊ ഇതെല്ലാം ചെയ്യുന്നത് ഹോളി സ്പിരിറ്റ് ആണ് നമ്മളില്. तो इसके लिए हम लोग वहां पर 1 यूहन्ना में शुरुआत में लिखा है कि हे बालकों, तुम लोग पवित्र आत्मा से भरने की वजह से क्या हो गया है? तुम लोग दुष्ट के ऊपर तुम लोग विजय प्राप्त किए हो. वो पवित्र आत्मा के भरने की वजह से, वो ज्ञान होने की वजह से हम लोग विजय प्राप्त करते हैं. ആത്മാവിൽ നിറയുക എന്ന് പറഞ്ഞാൽ അത്ഭുതമോ അടയാളമോ ചെയ്യാനുള്ള ഒരു പ്രത്യേക ശക്തിയല്ല, പിന്നെ ജ്ഞാനം കൊണ്ട് നിറയുകയാണ്. നമ്മൾ നല്ല വിവേകമുള്ളവരും ജ്ഞാനമുള്ളവരും നല്ല ഡീസന്റ് ആയി യേശുവിനെ പോലെ ജെന്റിലായി തീരുകയാണ് ആത്മാവിൽ ആത്മാവിന്റെ ഫലം കൊണ്ട് നിറയും. आत्मा में भर जाना या आत्मा में परिपूर्ण होना मतलब क्या? कोई चिन्ह करना, कोई चमत्कार करना, थोड़ा गड़बड़ी करना, नाचना, ये सब बातें नहीं है, बल्कि आत्मा में भर जाना मतलब प्रभु यीशु मसीह के समान सौम्य होना, नम्र होना, प्रभु का ज्ञान और बुद्धि से भरकर परिपूर्ण होकर वो समझ में चलना और प्रभु को प्रकट करके जीना, उसी को सही रीति से आत्मा से भरना कहते हैं. പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത് ആദ്യം തന്നെ മനസ്സിലാക്കണം, ദൈവത്തിന്റെ വചനത്തിന് ഇന്റർപ്രിട്ടേഷൻ ഹോളി സ്പിരിറ്റ് ആണ് തരുന്നതെന്ന് ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കണം. ആ വാക്യം വായിച്ച് അവസാനിപ്പിക്കാം. हम लोग पत्रोस में एक वाक्य हम पढ़ते हैं कि सबसे पहली बात हमें ये बात जान ले कि प्रभु का वचन का जो ज्ञान है वो कोई भी अपने स्वयं का बुद्धि से नहीं है, ये नहीं मिलता हमें. അതിന്റെ 2 പത്രോസ് 1:20 വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. दूसरा पत्रोस 1:20 में हम पढ़ेंगे. पर पहले यह जान लो देखो, पहले ये जान लो कि पवित्र शास्त्र की कोई भी भविष्यवाणी किसी के अपने ही विचारधारा के आधार पर पूर्ण नहीं होती. വചനം വായിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിൽ വചനം വ്യാഖ്യാനിക്കരുത്. मतलब वो क्या कहना चाहते? सबसे पहली बात तुम ये जान लो कि जब तुम वो वचन पढ़ते हो, वो वचन को तुम अपने फायदे के लिए, अपने लाभ के लिए या अपना विचार के अनुसार उसको नहीं समझना. അപ്പൊ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ആത്മാവിന്റെ സഹായം, അവിടെ 21 വാക്യം കൂടെ വായിക്കാം. इसके लिए हम लोग प्रभु का आत्मा का हमें मदद चाहिए, उस सहायता के लिए हमें प्रार्थना करना. 21 पढ़ेंगे. क्योंकि कोई भी भविष्यवाणी मनुष्य की इच्छा से कभी नहीं हुई, पर भक्तजन पवित्र आत्मा के द्वारा उभारे जाकर परमेश्वर की ओर से बोलते थे. അപ്പൊ നമ്മൾ ഇന്ന് ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണോ? तो अभी हमें पवित्र आत्मा मिलने के लिए प्रार्थना करना है क्या? വേണ്ട, कभी नहीं. എന്നാൽ ആത്മാവിന്റെ സഹായത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. लेकिन आत्मा का मदद हमें मिलने के लिए हमें प्रार्थना करना है. എപ്പോഴും വചനം മനസ്സിലാക്കാൻ, പ്രാർത്ഥിക്കാനുള്ള സഹായത്തിന്, ദൈവത്തെ പിതാവെന്ന് വിളിക്കാനുള്ള സഹായത്തിന്, യേശുവിനെ കർത്താവേ എന്ന് വിളിക്കാനുള്ള സഹായത്തിന്, സഹോദരന്മാരെ സഹോദരന്മാരെന്ന് വിളിക്കാൻ ഒരു ശരിയായിട്ടുള്ള ബോധം, അല്ലെങ്കിൽ ആത്മാവിന്റെ ചിന്ത എപ്പോഴും നമുക്ക് മൈൻഡ് ക്രിസ്തുവിൽ സെറ്റ് ചെയ്യാൻ ആത്മാവിന്റെ സഹായം വേണം. इसके लिए हमें वचन पढ़ने के लिए, प्रार्थना करने के लिए, परमेश्वर को पिता करके बुलाने के लिए, यीशु मसीह को प्रभु करके बुलाने के लिए, अपना भाइयों को भाई करके बुलाने के लिए,
और मसीह में स्थिर रहने के लिए ये सब बातों के लिए हमें पवित्र आत्मा का मदद चाहिए। Praise the Lord. प्रेज द लॉर्ड। प्रभु हमें सहायता करे।